ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കേരള ഇൻഫ്ലുവൻസ് അവാർഡ് 2024 ലഭിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. പക്ഷേ അടുത്തിടെ ഹൈലൈറ്റ് മോളിൽ വെച്ചാണ് അവാർഡ് ദാന ചടങ്ങുകളൊക്കെ നടന്നത്. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹമാണ് ഡോക്ടർ റോബിന് ആ ഒരു അവാർഡ് കൊടുത്തത്. അപ്പോൾ ഡോക്ടർ റോബിൻ ഇപ്പം ഇതും കൂടെ ചേർത്തിട്ട് ഒരുപാട് അവാർഡുകൾ കിട്ടി. നല്ല ഇൻഫ്ലുവൻസറിനുള്ള ഒരുപാട് അവാർഡുകൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർത്തും അതിന് യോഗ്യനുമാണ്. കാരണം അത്രയധികം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തരംഗം സൃഷ്ടിച്ച ഒരാളാണ്. പിന്നെ ആർക്കും ഒരു ദോഷമൊന്നും ചെയ്യാത്ത ഒരാളാണ്. അദ്ദേഹത്തിനെയാണ് ഒരുപാട് ആളുകൾ ദ്രോഹിച്ചത്. ഡോക്ടർ റോബിൻ മനഃപൂർവ്വമായിട്ട് ആരെയും പോയിട്ട് അങ്ങോട്ട് ആക്രമിക്കാത്തതോ എന്തെങ്കിലും മോശം പറയാത്ത ഒരു വ്യക്തിയാണ്. നല്ലൊരു മനസ്സിനുടമയാണ്. ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഒരുപാടധികം ജനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നും കുറേയധികം ആളുകൾ ആ ഒരു സ്നേഹം നിലനിർത്തുന്നുണ്ട്, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കുറേ മങ്ങലേറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശസ്തിക്ക്. അതിന് കാരണക്കാരായത് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ തന്നെയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹമാണ് ഡോക്ടർ റോബിനെതിരെ ഇത്രയും വലിയ ഒരു ഡീഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് മുൻപന്തിയിൽ നിന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ രഹസ്യ ഏജൻറ്റ് അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നത് റോബിൻ എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ പറയേണ്ടത് പറയും, കാരണം അതെൻ്റെ പ്രൊഫഷണലിസമാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബറാണ്, അപ്പം എൻ്റെ ഒരു ജോലിയാണത്. തെറ്റ് കണ്ടാൽ ഞാൻ വിളിച്ചു പറയും. അവിടെ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഒരു കാര്യമല്ല. ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ അവിടെ ഒരിക്കലും ഒരു വിലങ്ങുതടിയാക്കില്ല എൻ്റെ കാര്യം പറയാനായിട്ട് എന്നൊക്കെയാണ് അദ്ദേഹം വലിയ വായിൽ അന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹെലനോപ്പ് സ്പാട്ട എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തതായിട്ട്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പിനോ വെട്ടിപ്പിനോ ഇല്ലെങ്കിൽ എന്തോ ഒരു വിഷയം ആ കുട്ടിയുടെ പേരിൽ ഇപ്പോൾ ഉണ്ടായി. ഒരുപാട് റിയാക്ഷൻസ് മറ്റുള്ള യൂട്യൂബേഴ്സ് ആ കുട്ടിക്കെതിരെ വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം നിങ്ങളുടെ കൂട്ടുകാരി തെറ്റ് ചെയ്തപ്പം നിങ്ങളവിടെ സൈലൻ്റാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിൽക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ? റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഫ്രണ്ട് ചെയ്യേണ്ട ഒരു രീതി. അത് സത്യമാണ്. അപ്പം നിങ്ങൾ പണ്ട് ഡോക്ടർ റോബിൻ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് അപ്പം തെറ്റല്ലേ? ഫ്രണ്ടും ഒന്നുമല്ല, ഫ്രണ്ടോ ബാക്കോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അത്രയധികം ഒരു പോപ്പുലാരിറ്റി കണ്ടപ്പം നിങ്ങൾക്കുണ്ടായ ഒരു അസൂയ, ആ മനുഷ്യനെ തകർക്കണമെന്ന് നിങ്ങൾക്കുണ്ടായ ഒരു ചിന്ത, അതൊക്കെയാണ് നിങ്ങളെക്കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണലിസം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബറാണ്, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ജോലിയാണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. നിങ്ങളെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ വളരെ സൈലൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ പറയുന്നതിനൊക്കെ ഒരു മയം കാണും. പക്ഷേ ഡോക്ടർ റോബിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് വലിച്ചു കയറുകയാണ് ചെയ്തത്, ഇല്ലെങ്കിൽ ഡീഗ്രേഡിങ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഡോക്ടർ റോബിൻ ഒരു മനുഷ്യനല്ലേ? ഡോക്ടർ റോബിൻ്റെ കയ്യിൽ നിന്ന് ചില തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഡോക്ടർ റോബിൻ്റെ അബദ്ധങ്ങളാണ്. ഡോക്ടർ റോബിൻ ചെന്നുപെട്ടത് ഒരുപാട് മോശപ്പെട്ട ആളുകളുടെ ഇടയിലേക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ഹ്യൂജ് എമൗണ്ടിൽ കിട്ടിയ ഒരു സ്നേഹം, പ്രശസ്തി ഒന്നും ഹാൻഡിൽ ചെയ്യാൻ ഡോക്ടർ റോബിന് കഴിഞ്ഞില്ല. അത് ഡോക്ടർ റോബിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് ഇനിയും കുറച്ച് സമയങ്ങളും കൂടെ വേണ്ടി വരും. പിന്നെ ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസാണ് നിങ്ങൾ തകർത്തത്, ഇല്ലെങ്കിൽ ആ മനുഷ്യനെ ഭയങ്കരമായിട്ട് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല സീക്രട്ട് ഏജൻറ്റ്. അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീഗ്രേഡിങ് കിട്ടാനോ നിങ്ങളെ ആരെങ്കിലും മോശം പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങൾ ശത്രുവോ മിത്രമോ ഒന്നുമല്ല. നിങ്ങളെ ദ്രോഹിച്ചിട്ടോ നിങ്ങളെ പൊക്കി പറഞ്ഞിട്ടോ ഒന്നും എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് ഇനി പ്രവർത്തിക്കണം. നിങ്ങളുടെ ഫ്രണ്ടായാൽ പോലും നിങ്ങൾ പറയേണ്ട കാര്യം വെട്ടിത്തുറന്ന് പറയണം. അഥവാ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഇൻഫ്ലുവൻസറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പട്ടം ചാർത്തി നടക്കാനും അതേപോലെ തന്നെ ആ ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാം ചേർത്ത് പിടിച്ചൊരു സംഘടന ഉണ്ടാക്കാനും നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ ആ ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല.
ഒന്നാമത്തെ കാര്യം, യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഈ ലഹള, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാതെ കരിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും പൊത്തുന്ന ആ ഒരു രീതി, അത് തന്നെ വളരെ മോശമാണ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, നിങ്ങളെയൊക്കെ എത്രയോ അധികം പേര് ഫോളോ ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ ചെറുപ്പക്കാർ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് അതേ രീതിയിൽ പോകാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ സമൂഹത്തിന് നന്മ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടല്ലേ ശ്രമിക്കേണ്ടത്. അരി എന്ന് പറഞ്ഞ് നിങ്ങൾ അരി തിന്നരുത്. ആ അരി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവില്ല, ആ അരി നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അത് നിങ്ങൾ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ് എപ്പോഴും? നിങ്ങൾക്കൊരു നല്ല വ്യക്തിയായിട്ട് ജീവിച്ചുകൂടെ? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന നിങ്ങൾക്കെതിരെയുള്ള കമൻസ് കാണുമ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളതെല്ലാം ചോദിച്ച് വാങ്ങിച്ചതാണ്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷേ എൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഇല്ലാതെ എനിക്ക് കുറച്ച് തെറ്റുകളുണ്ട്, എന്നിലും ഒരുപാട് കഴിവുകേടുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് സീക്രട്ട് ഏജൻറ്റ് പെരുമാറുന്നത്. അത് വളരെ തെറ്റാണ്. ഡോക്ടർ റോബിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വരുന്നത്. എന്തുമാത്രം ഹൈപ്പ് കിട്ടിയ ഒരു മനുഷ്യനാണ്, എന്തുമാത്രം നല്ലൊരു ഹൈറ്റിലേക്ക് പോകേണ്ട ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് നോവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നതിനും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിനും ഒരു മനുഷ്യനെ തകർക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത ഇത്രയും ഒരു വൃത്തികെട്ട വ്യക്തിയായി പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഒരു പ്രശ്നം വന്നപ്പം നിങ്ങളതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നു. ഇല്ല, ഞാനത് പറയില്ല, ആ കുട്ടി എൻ്റെ ഫ്രണ്ടാണ്, എനിക്കത് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ തുറന്നു പറയുന്നു. അപ്പോൾ ഡോക്ടർ റോബിൻ്റെ ആ സമയത്ത് നിങ്ങളെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തപ്പം എന്തിനും ഡോക്ടർ റോബിനെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ റോബിൻ, നിനക്കൊക്കെ എന്തറിയാം, എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, പക്ഷെ ഞങ്ങൾ പറയേണ്ട കാര്യം ഞാൻ പറയും എന്നല്ലേ അന്ന് താങ്കൾ പറഞ്ഞത്. ആ പറഞ്ഞ ആൾക്ക് ഇപ്പം എന്താണ് ഒരു നിലപാട്? എന്താണ് നിങ്ങൾക്കൊരു ഒരു ബുദ്ധിയില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങളെ ആളുകൾ എത്ര ശപിക്കുന്നുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കുട്ടികളുണ്ടാകുക, വീട് വെക്കുക, മക്കളുടെ കല്യാണം, ഇതൊക്കെ ഓരോരുത്തരുടെ സ്വപ്നമാണ് അല്ലേ? അതുപോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തർ ഭയങ്കരമായിട്ട് ശപിക്കുന്ന കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊന്നും നമ്മൾ ആരെയും ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിയെയും അവർ നശിച്ചു പോകണമെന്നോ അവർക്ക് കുട്ടികളുണ്ടാവരുതെന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. മറ്റുള്ളവർ ചിലപ്പം നമ്മളെ അങ്ങനെയൊക്കെ ചിലപ്പം ഉപദ്രവിച്ചെന്നിരിക്കും ഭയങ്കര മോശമായിട്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച രീതികൾ അതൊക്കെയാണ് ഓർക്കേണ്ടത്. നമ്മളാരെയും തിരിച്ചങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വ്യക്തി മോശം ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഇല്ല ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ശാപമായിട്ട് ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു അനുഭവം വരും എന്നുള്ളത് കൃത്യമാണ്. അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്തു കൂട്ടിയ തെറ്റുകളും ഓരോ മനുഷ്യരെ വേദനിപ്പിച്ചതും ഒക്കെ അത്രത്തോളമാണ്. അപ്പോൾ അങ്ങേര് അനുഭവിക്കുന്ന വിഷമം കാണുമ്പോൾ എനിക്ക് തോന്നും വിഷമം. പക്ഷേ എങ്കിൽ പോലും ഒരു വശത്ത് ഇയാളിത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയധികം ക്രൂരതയാണ് ഡോക്ടർ റോബിനോട് കാണിച്ചത്. ഇന്ന് ആ മനുഷ്യൻ ഫിലിം ഫീൽഡിലൊക്കെ എത്രയോ 1-2 ഒക്കെ ഫിലിം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാനായിട്ട് പൊക്കോണ്ടിരുന്നേനെ. അത് എന്താണ് പറയേണ്ടത്, ഒരു മനുഷ്യനെ ഇത്രയധികമായിട്ട് തല്ലുമ്പം ആ മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഇല്ലാതാകത്തില്ലേ? ഡോക്ടർ റോബിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എത്രയധികം വേദനിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ചില ആളുകൾ അങ്ങനെയാണ്, സ്ട്രെസ്സ് വരുമ്പോൾ അവർ കൂടുതൽ കഴിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ റോബിൻ ഇങ്ങനെ തടി വെക്കുന്നത് ഓക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കാരണം സ്ട്രെസ് ഈറ്റിംഗ് ഉള്ള ആളുകൾ സ്ട്രെസ്സ് വരുമ്പം അവർ വേറെ അവർക്ക് എന്താണ് ഈ സിഗരറ്റ് വലിയിലെ കള്ളുകൂടി അങ്ങനെയൊന്നും ഇല്ലാത്ത മനുഷ്യർ കൂടുതൽ കഴിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ റോബിനൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്. അപ്പം അതിനൊക്കെ ഒരു കാരണക്കാർ ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ആ മനുഷ്യൻ്റെ പ്രതീക്ഷകളും എല്ലാം തകർത്ത തനിക്ക് എങ്ങനെയാണ് ഇനി ഒരു ഭാവി നല്ലതുണ്ടാകുന്നത്? ഇല്ല, ആരാണ് താങ്കൾക്ക് നല്ലൊരു കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാനായിട്ട് ശ്രമിക്കുന്നത്? സീക്രട്ട് ഏജൻറ്റ് ഈ ഇരട്ടത്താപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഡോക്ടർ റോബിൻ അനുഭവിച്ചതിന് അതിരില്ല. ഇത്രയധികം ഒരു മനുഷ്യനെ ദ്രോഹിക്കാനേ പാടില്ല. ഡോക്ടർ റോബിൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യൂട്യൂബേഴ്സിനോട് തമ്മിൽ തീർക്കാനുള്ളതല്ല ഡോക്ടർ റോബിൻ്റെ ജീവിതം. ഡോക്ടർ റോബിൻ്റേതായിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്. ആ ഒരു പാതയിൽ തന്നെ പോയാൽ മതി. അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രം സംസാരിച്ച് അങ്ങനെയുള്ള ആളുകളുമായിട്ട് മാത്രം കൂട്ടുകൂടി മുന്നോട്ട് പോയാൽ മതി. പുതിയ ബന്ധങ്ങൾ, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത്
നല്ല രീതിയിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ടാണ് ഡോക്ടർ റോബിൻ ശ്രമിക്കേണ്ടത്. ഇല്ല സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനെ കിടന്നിട്ട് കുരച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അവർ അവരുടെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് മറ്റുള്ളവരെ തകർക്കുക എന്ന് മാത്രമാണ് ഒരു ലക്ഷ്യം. ഒരു തരത്തിലും ഇവരെ ഇൻഫ്ലുവൻസർ എന്നൊന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നതേയില്ല. നമ്മൾ ഏതെങ്കിലും രീതിയിൽ 10 പേർക്കെങ്കിലും ഒരു മാതൃകയാകുക, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് നല്ല ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നൊക്കെയാണ് ഒരു ഇൻഫ്ലുവൻസറൊക്കെ ചെയ്യേണ്ടത്. അവരെ കണ്ടിട്ട് അവരുടെ പ്രവൃത്തികളിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേ രീതി പ്രവർത്തിക്കാനും ഒക്കെ തോന്നുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റും? നിങ്ങൾ ആരെയും ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നിങ്ങൾ നശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കിടന്നിട്ട് മനുഷ്യരെ വളരെയധികം ദ്രോഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. ആഗ്രഹിക്കുകയാണ് കുറേയധികം നല്ല നല്ല വ്യക്തികൾ, നല്ല മനസ്സുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ അശ്വിൻ മാടപ്പള്ളിയെ പോലെയൊക്കെയുള്ള നല്ല നല്ല ചെറുപ്പക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വരണം. കുറച്ച് നന്മ ഈ സമൂഹത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫർട്ട് ഇടണം എന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. ഡോക്ടർ റോബിന് ഇനിയും ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇനിയും കഴിയട്ടെ. ഡോക്ടർ റോബിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നടക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. പിന്നെ ഡോക്ടർ റോബിൻ ഫിറ്റ്നസ്സിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അത് അത്യാവശ്യമാണ്. ഈ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഡോക്ടർ റോബിൻ ഫിറ്റ്നസ്സിലും ഒക്കെ ശ്രദ്ധിച്ച് സ്വന്തം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ആരെയും മൈൻഡ് ചെയ്യുകയേ വേണ്ട. സ്വന്തം കാര്യങ്ങളും സ്വന്തം നേട്ടങ്ങളും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു മനുഷ്യൻ്റെ ഇരട്ടത്താപ്പ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.